മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം? ഉത്തരം 1969 ജൂലൈ 21. ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ മനുഷ്യൻ ആര്? ഉത്തരം നീൽ ആംസ്ട്രോങ്. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത്? ഉത്തരം ചൊവ്വ. ഭൂമിയോട് ഏറ്റവും അടുത്ത ഗ്രഹം? ഉത്തരം ശുക്രൻ. ഭൂമിക്കും സൂര്യനും മധ്യേ ചന്ദ്രൻ എത്തുമ്പോഴുള്ള ഗ്രഹണത്തിന്റെ പേര്? ഉത്തരം സൂര്യഗ്രഹണം. ചന്ദ്രന്റെ എത്ര ശതമാനം ഭൂമിയിൽ നിന്നും ദൃശ്യമാണ്? ഉത്തരം 59%. ചന്ദ്രനിൽ നിന്നും ഭൂമിയിലേക്ക് നോക്കിയാൽ കാണുന്ന ഏക മനുഷ്യ നിർമ്മിതി? ഉത്തരം ചൈനയിലെ വൻമതിൽ. ചന്ദ്രന്റെ പേരിലുള്ള ദിവസം ഏതാണ്? ഉത്തരം തിങ്കൾ. ഭൂമിയിൽ 60 കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് ചന്ദ്രനിൽ അനുഭവപ്പെടുന്ന ഭാരം എത്രയാണ്? ഉത്തരം 10 കിലോഗ്രാം. ഭൂമിക്ക് ചുറ്റും ഒരു പ്രദക്ഷിണം പൂർത്തിയാക്കുവാൻ ചന്ദ്രൻ ആവശ്യമായ സമയം? ഉത്തരം 27.32 ഭൗമദിനങ്ങൾ. ഒരു മാസത്തിൽ രണ്ടാമത് കാണുന്ന പൂർണ്ണചന്ദ്രന് പറയുന്ന പേര്? ഉത്തരം ബ്ലൂ മൂൺ. ചന്ദ്രനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ്? ഉത്തരം സെലനോളജി. ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്ത് വരുന്ന ദിവസം? ഉത്തരം സൂപ്പർ മൂൺ. ചന്ദ്രനിൽ വലിയ ഗർത്തങ്ങളും പർവ്വതങ്ങളും ഉണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ? ഉത്തരം ഗലീലിയോ ഗലീലി. ചന്ദ്രനിൽ ദൃശ്യമാകുന്ന ആകാശത്തിന്റെ നിറം? ഉത്തരം കറുപ്പ്. ചന്ദ്രന്റെ ഉപരിതലത്തിൽ തട്ടി പ്രതിഫലിക്കുന്ന സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം? ഉത്തരം 1.3 സെക്കൻഡ്. ചന്ദ്രനിൽ ഒരു ദിവസം എന്നത് എത്ര മണിക്കൂറാണ്? ഉത്തരം 708 ഭൗമ മണിക്കൂർ. ചന്ദ്രനിലെ ഒരു മണിക്കൂറിനെ എന്തു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ലൂണവർ. ചന്ദ്രന്റെ ഗുരുത്വാകർഷണ ബലം ഭൂമിയുടെ എത്ര മടങ്ങാണ്? ഉത്തരം 1/6 മടങ്ങ്. ചന്ദ്രനിലെ മണ്ണിന് പറയുന്ന പേരെന്താണ്? ഉത്തരം റിഗോലിത്ത്. ചന്ദ്രനെ സൂചിപ്പിക്കുന്ന ഗ്രീക്ക് ദേവത? ഉത്തരം സെലിൻ. ചന്ദ്രോപരിതലത്തിലെ തെളിഞ്ഞ ഭാഗങ്ങൾക്ക് പറയുന്ന പേര് എന്താണ്? ഉത്തരം ടെറെ. ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഉത്തരം സിലിക്കൺ. ചന്ദ്രോപരിതലത്തിൽ കാണപ്പെടുന്ന ലോഹം? ഉത്തരം ടൈറ്റാനിയം. ചന്ദ്രനിലെ ഏറ്റവും വലിയ ഗർത്തം? ഉത്തരം ബെയ്ലി ഗർത്തം. ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ മനുഷ്യൻ? ഉത്തരം നീൽ ആംസ്ട്രോങ്. ചന്ദ്രനിൽ ഇറങ്ങിയ രണ്ടാമത്തെ വ്യക്തി? ഉത്തരം എഡ്വിൻ ആൽഡ്രിൻ. ഇത് മനുഷ്യന്റെ ഒരു കാൽവെപ്പ്, മാനവരാശിക്ക് വലിയ കുതിച്ചുചാട്ടവും എന്നത് ആരുടെ വാക്കുകളാണ്? ഉത്തരം നീൽ ആംസ്ട്രോങ്. ചന്ദ്രനിൽ ആദ്യമായി മനുഷ്യൻ ഇറങ്ങിയ സ്ഥലം? ഉത്തരം പ്രശാന്തിയുടെ സമുദ്രം. മനുഷ്യനെ ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ എത്തിച്ച ബഹിരാകാശ പേടകം? ഉത്തരം അപ്പോളോ 11. അപ്പോളോ 11 ദൗത്യത്തിലുണ്ടായിരുന്ന മൂന്നാമത്തെ വ്യക്തി ആരായിരുന്നു? ഉത്തരം മൈക്കൽ കോളിൻസ്. എവിടെ നിന്നാണ് ആദ്യ ചന്ദ്രയാത്രികർ യാത്ര ആരംഭിച്ചത്? ഉത്തരം അമേരിക്കയിലെ കേപ്പ് കെനഡിയിൽ നിന്നും. ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ ശേഷം തിരിച്ച് പസഫിക് സമുദ്രത്തിൽ ഇറങ്ങിയവരെ എത്തിച്ച കപ്പൽ ഏതായിരുന്നു? ഉത്തരം ഹോർണറ്റ്. ശൂന്യാകാശത്തിലെ കൊളംബസ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം നീൽ ആംസ്ട്രോങ്. നീൽ ആംസ്ട്രോങ് എത്ര സമയം ചന്ദ്രനിൽ ചെലവഴിച്ചു? ഉത്തരം 2 മണിക്കൂർ 48 മിനിറ്റ്. നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ നിന്നും ഭൂമിയെ നോക്കി പറഞ്ഞത് എന്താണ്? ഉത്തരം ബിഗ്, ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ. നീൽ ആംസ്ട്രോങ്ങും കൂട്ടരും അപ്പോളോ 11 നിന്നും ചന്ദ്രനിൽ ഇറങ്ങാൻ ഉപയോഗിച്ച വാഹനം ഏതാണ്? ഉത്തരം ഈഗിൾ. എത്ര രാഷ്ട്രത്തലവന്മാർ ഒപ്പിട്ട ഫലകമാണ് നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ സ്ഥാപിച്ചത്? ഉത്തരം 158.
മാഗ്നിഫിസന്റ് ഡിസൊല്യൂഷൻ എന്ന പുസ്തകം ആരുടെ ആത്മകഥയാണ്? ഉത്തരം എഡ്വിൻ ആൽഡ്രിൻ. അപ്പോളോ വാഹനങ്ങളെ വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ്? ഉത്തരം സാറ്റേൺ 5. രണ്ടാമത് ചന്ദ്രനിലേക്ക് യാത്രികരെ കൊണ്ടുപോയ വാഹനം? ഉത്തരം അപ്പോളോ 12. ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി? ഉത്തരം ചാൾസ് ഡ്യൂക്ക്. ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി? ഉത്തരം അലൻ ഷെപ്പേർഡ്. നാസയുടെ ചാന്ദ്ര ദൗത്യങ്ങൾക്കുള്ള പേര്? ഉത്തരം അപ്പോളോ. ചന്ദ്രനെ കുറിച്ച് പഠിക്കാനായി വിക്ഷേപിച്ച ആദ്യ പര്യവേക്ഷണ വാഹനം ഏത്? ഉത്തരം ലൂണ 1. ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ പേടകം ഏതാണ്? ഉത്തരം ലൂണ 2. മനുഷ്യനെയും കൊണ്ട് ആദ്യമായി ചന്ദ്രനെ വലം വെച്ച പേടകം ഏതാണ്? ഉത്തരം അപ്പോളോ 8. ചന്ദ്രനിലൂടെ സഞ്ചരിച്ച ആദ്യ വാഹനം? ഉത്തരം ലൂണാർ റോവർ. ചന്ദ്രന്റെ ഇരുണ്ട ഭാഗത്തിറക്കിയ ആദ്യ പേടകം? ഉത്തരം ചൈനയുടെ ചാങ് 3. ചന്ദ്രനിലേക്കുള്ള ദൂരം കണക്കാക്കിയ ആദ്യ ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം ആര്യഭടൻ. ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യം ഏതാണ്? ഉത്തരം ചന്ദ്രയാൻ. ഇന്ത്യയുടെ ചാന്ദ്ര പദ്ധതിക്ക് ചന്ദ്രയാൻ എന്ന പേര് നൽകിയത് ആരാണ്? ഉത്തരം AB വാജ്പേയി. ചന്ദ്രോപരിതലത്തിൽ ജലസാന്നിധ്യം കണ്ടെത്തിയ ചാന്ദ്ര ദൗത്യം? ഉത്തരം ചന്ദ്രയാൻ 1. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എന്നാണ്? ഉത്തരം 2008 ഒക്ടോബർ 22. ചന്ദ്രയാൻ 1ന്റെ പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു? ഉത്തരം M അണ്ണാദുരൈ. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എവിടെ നിന്നാണ്? ഉത്തരം ശ്രീഹരിക്കോട്ട. ചന്ദ്രയാൻ 1 വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ ആരായിരുന്നു? ഉത്തരം ഡോക്ടർ G മാധവൻ നായർ. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏത്? ഉത്തരം ആര്യഭട്ട. ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ആര്? ഉത്തരം രാകേഷ് ശർമ്മ. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം വിക്രം സാരാഭായ്. ഗ്രഹങ്ങളുടെ പട്ടികയിൽ നിന്നും പുറത്തായ ഗ്രഹം? ഉത്തരം പ്ലൂട്ടോ. ആദ്യ ബഹിരാകാശ സഞ്ചാരി? ഉത്തരം യൂറി ഗഗാറിൻ. ബഹിരാകാശത്തിലെ കൊളംബസ് എന്നറിയപ്പെടുന്നത്? ഉത്തരം യൂറി ഗഗാറിൻ. ആദ്യമായി ബഹിരാകാശത്തെത്തിയ ഇന്ത്യൻ വനിത? ഉത്തരം കൽപ്പന ചൗള. ചന്ദ്രനിൽ നിന്നും പ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം? ഉത്തരം 1.03 സെക്കൻഡ്. ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ബുധൻ, ശുക്രൻ. പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത്? ഉത്തരം ശുക്രൻ. ഉപഗ്രഹങ്ങളിൽ വലുപ്പത്തിൽ ചന്ദ്രന്റെ സ്ഥാനം എത്രയാണ്? ഉത്തരം 5-ാം സ്ഥാനം. ആദ്യമായി ബഹിരാകാശത്ത് പോയ നായക്കുട്ടിയുടെ പേര് എന്താണ്? ഉത്തരം ലൈക്ക.